തിക്ക് ആൻഡ് ക്രീമി റാഗി ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാം. 10 കാഷ്നട്ടും 5 ഡേറ്റ്സും കുതിർക്കാൻ മാറ്റി വെച്ചിരുന്നു. കുതിർത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡറും 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് ചെറുതായി കുറുക്കിയെടുക്കാം. ചെറുതായി കുറുകി വരുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ചോക്ലേറ്റ് മെൽട്ടായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റാഗി ഹോട്ട് ചോക്ലേറ്റ് തയ്യാർ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റാഗി പുഡിംഗ് നോക്കാം. ഒരു ബൗളിലേക്ക് ആദ്യം 1 കപ്പ് റാഗിപ്പൊടിയും 2 കപ്പ് വെള്ളവും ചേർത്ത് കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും മാറ്റി വെച്ച റാഗി മിക്സും 1 കപ്പ് ശർക്കര പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇത് പതുക്കെ തിക്കായി വരുന്നത് കാണാം. നന്നായി തിക്കായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലോ പശുവും പാലോ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി സ്പൂൺ വെച്ച് അതിലെ കട്ടകളൊക്കെ ഉടച്ചു കൊടുത്ത് നന്നായി സ്മൂത്താക്കി എടുത്താൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് തടവി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് വയ്ക്കുമ്പോൾ ഇതുപോലെ നന്നായി സെറ്റായി വരും. ഇത് റാഗിയാണെന്ന് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവില്ല, നല്ല ഹെൽത്തിയാണ്. റാഗി ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ്. 3/4 കപ്പ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലെ കട്ടകളൊക്കെ ഇതുപോലെ ഒന്ന് മാറി വരുമ്പോൾ ഇത് പതുക്കെ തിക്കായി വരാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിനെ ഒന്ന് ചൂടാറി വരുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് കുതിർത്തെടുത്ത 15 കാഷ്നട്ടും ആവശ്യത്തിനുള്ള മധുരവും ചേർത്ത് കൊടുക്കാം. ഇനി കാഷ്നട്ടിന് പകരം വേണമെങ്കിൽ പശുവും പാല് ചേർത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അടിച്ചെടുത്ത ഷേക്കും ചേർക്കാം. ഇനി അതിന് മുകളിലും കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഷേക്ക് തയ്യാർ.